നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിനിടെ കഴിഞ്ഞ ദിവസം ടൈംസ് ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിൽ അമ്മയെ ഓർത്ത് കണ്ണീരൊഴുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വീഡിയോ ഇപ്പോൾ ധാരാളം പേർ ഷെയർ ചെയ്യുകയും വൈറൽ ആവുകയും ചെയ്തു. അമ്മയുടെ കാലിൽ തൊടാതെ ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന എന്റെ ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. എന്നാൽ ഇന്ന് 140 കോടി ഇന്ത്യക്കാരുള്ള രാജ്യത്ത് ദശലക്ഷക്കണക്കിന് അമ്മമാർ എന്നെ സ്നേഹിച്ച വിധത്തിൽ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അവരെ ഓർക്കുന്നു. പിന്നെ മാ ഗംഗയും. ഇടയ്ക്കിടയ്ക്ക് നീണ്ട ഇടവേളകളെടുത്ത് വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു. അഭിമുഖത്തിന്റെ ഈ ഭാഗമാണ് റീലുകളായും മറ്റും ഷെയർ ചെയ്യപ്പെടുന്നത്. 2002 ശേഷം ആദ്യമായാണ് അമ്മയുടെ അഭാവത്തിൽ മോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2001 ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തപ്പോൾ ഹീരാബെന്നിന് നൽകിയ 2 വാഗ്ദാനങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയാകാൻ പോയപ്പോൾ അതെന്റെ അമ്മയ്ക്ക് അളവറ്റ സന്തോഷം നൽകി. അന്ന് അവർ എന്നോട് പറഞ്ഞു, ദരിദ്രരുടെ ക്ഷേമത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുക. രണ്ടാമതായി ഒരിക്കലും കൈക്കൂലി വാങ്ങരുത്, അദ്ദേഹം അഭിമുഖത്തിൽ അനുസ്മരിച്ചു. ഹീരാബെൻ സഹിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കും അധസ്ഥിതർക്കും വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവ തന്നെ പ്രേരിപ്പിച്ചെന്നും പ്രസ്താവിച്ചു. വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജ്യേഷ്ഠൻ സോമഭായ് മോദിയുടെ പ്രതികരണവും വാർത്തയായി. തങ്ങളുടെ മാതാവ് പരാതിയായ ഹീരാബെന്നെ ഓർത്ത് വികാരാധീനനായി സ്വർഗത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് അനുഗ്രഹം ചൊരിയുമെന്ന് പറഞ്ഞു. ജനങ്ങളെപ്പോലെ താനും തന്റെ സഹോദരൻ 3ാം തവണയും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സോമഭായ് മോദി പറഞ്ഞു. എന്റെ അമ്മ ഇപ്പോൾ ഇല്ല, എന്നാൽ അവരിപ്പോൾ സ്വർഗത്തിലിരുന്ന് നരേന്ദ്രഭായിക്ക് അനുഗ്രഹം നൽകുന്നുണ്ടാവും. രാവിലെ പ്രധാനമന്ത്രി മോദി വോട്ട് ചെയ്ത ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള റാണിപുർ പ്രദേശത്ത് പോളിംഗ് ബൂത്തിന് പുറത്ത് സോമാഭായ് പറഞ്ഞു. റാണിപ്പിലെ പോളിംഗ് ബൂത്തിന് പുറത്ത് സോമാഭായ് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. 2022 ഡിസംബറിൽ അന്തരിച്ച ഹീരാബെൻ മോദി ഗാന്ധിനഗർ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള റൈസൻ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ഇളയ സഹോദരൻ പങ്കജ് മോദിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.